നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ചിത്തിര നക്ഷത്രത്തെ കുറിച്ചാണ്. ചിത്തിര നക്ഷത്രക്കാരുടെ 2026 ഓഗസ്റ്റ് മുതൽ 2027 ഓഗസ്റ്റ് വരെയുള്ള തിരുവോണ വർഷ ഫലമാണ് പറയുന്നത്. അതായത് 1202 ആണ്ട് കൊല്ലവർഷം ഫലമാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ഫലത്തെ അടിസ്ഥാനമാക്കി ഇനി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയങ്ങൾ ഉണ്ടാവുന്നതാണ്. ഈ കാലഘട്ടത്തില് ചിത്തിര നക്ഷത്രക്കാർക്ക് അധ്വാനവും ആത്മവിശ്വാസവും എല്ലാം ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ദൈവവിശ്വാസവും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും ഇത്. അത് എങ്ങനെയൊക്കെയാണെന്നും ഏതൊക്കെ സമയത്താവും നിങ്ങൾക്ക് ഇത് ഉണ്ടാകുക എന്നും നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ പ്രാർത്ഥന തികച്ചും സൗജന്യമാണ്. ആദ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ ഭാഗ്യസംഖ്യകളെ കുറിച്ചാണ്. ഈ ഭാഗ്യസംഖ്യകൾ അറിഞ്ഞിരിക്കുമ്പോൾ ഈ ദിവസങ്ങളും അക്കങ്ങളും ഒക്കെ തെരഞ്ഞെടുക്കുമ്പോൾ ഈ സംഖ്യകൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് 1, 9, 3 എന്നീ സംഖ്യകളാണ്. അപ്പോൾ ഈ 1, 9, 3 സംഖ്യകൾ വരുന്ന ദിവസങ്ങളില് അല്ലെങ്കിൽ നമ്പറുകളൊക്കെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യമുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാഗ്യ നിറങ്ങൾ ഉണ്ടാവുന്നതാണ്. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, വെള്ള ഈ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വിജയകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഈ നിറങ്ങള് അണിയുകയാണെങ്കിൽ വളരെ നല്ല ഒരു കാര്യമായിരിക്കും. നിങ്ങളുടെ ഭാഗ്യ ദിവസങ്ങൾ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ഞായറാഴ്ചയുമാണ്. ആഴ്ചയിൽ 3 ദിവസങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യമായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് അധ്വാനത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വർഷം തന്നെയാണിത്. പല കാര്യങ്ങളും ക്ഷമയോടെ മുന്നോട്ട് പോയാൽ മികച്ച നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ജോലിയിലൊക്കെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നതാണ്. ബിസിനസ്സൊക്കെ വിപുലപ്പെടുന്നതാണ്. സർക്കാർ മേഖലയിലൊക്കെ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നത് ചേരുന്നതാണ്. നിർമ്മാണ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം മേന്മ ഉണ്ടാകുന്ന സമയമാണ്. കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. എന്നാൽ അതിനനുസരിച്ച് ചിലവുകൾ ഉണ്ടാവുന്നുണ്ട്. ചിലവുകൾ നിങ്ങൾ ചെയ്യുമ്പോഴത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. പുതിയ നിക്ഷേപങ്ങൾ ചെയ്യുന്നത് ഈ വർഷം ആലോചിച്ച് മാത്രം ചെയ്യുക. കൃത്യമായിട്ടുള്ള ഒരു രേഖകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിക്ഷേപങ്ങൾ ചെയ്യാവുള്ളൂ. ആരുടെയെങ്കിലും വാക്ക് കേട്ടുപോയി നിക്ഷേപം അങ്ങനെ ചെയ്താൽ നഷ്ടമുണ്ടാകുന്നതാണ്. കുടുംബത്തിലെ ഐക്യമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഭാര്യ ഭർത്തൃബന്ധം കൂടുതൽ ദൃഢമാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയസാഫല്യമൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ്. ആലോചനകളൊക്കെ നല്ലത് വരുന്നതാണ്. ഈ വർഷം വിവാഹം തീർച്ചയായിട്ടും നടക്കുന്നതാണ്. അതിനുള്ള സമയമാണ്. ചില പൊരുത്തക്കേടുകൾ ദാമ്പത്യ ജീവിതത്തിലായാലും മറ്റു സുഹൃത്ത് ബന്ധങ്ങളിലായാലും അത് സംഭാഷണത്തിലൂടെ നിങ്ങളെ പറഞ്ഞു തീർക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയുന്നത്. നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അമിതമായിട്ടുള്ള ജോലി ഭാരം എടുത്തു വയ്ക്കരുത്. നിങ്ങളുടെ മാനസിക നിലയ്ക്ക് തന്നെ അത് ബാധകമാകുന്ന ഒരു കാര്യമാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് തലവേദന, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉറക്കക്കുറവൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഈ വർഷം എന്തായാലും ജോലിയിൽ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിലേക്കൊക്കെ കടന്നു ചെല്ലുവാനൊക്കെ കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ബിസിനസ് ഒന്ന് വിപുലപ്പെടുത്തുന്ന ഒരു സമയം കൂടിയാണ്. ബിസിനസ് ഒക്കെ ഉള്ളവർക്ക് ബിസിനസ് ഒക്കെ വിപുലപ്പെടുത്താനും പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. പുതിയ വീട്, വാഹനം എന്നിവയൊക്കെ വാങ്ങാനുള്ള യോഗം ഈ വർഷം ഉണ്ടാവുന്നുണ്ട്. വിദേശ യാത്രയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. പഠനത്തിലും പരീക്ഷകളിലും ഒക്കെ നിങ്ങൾക്ക് മികച്ച നേട്ടം ഉണ്ടാവുന്നതാണ്. ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതൊക്കെ നടക്കുന്നതാണ്. എന്നാൽ ചെറിയ കാലതാമസം കാണുന്നുണ്ട്. ആ കാലതാമസത്തിൽ നിങ്ങൾ ക്ഷമയോടെ
ഇരിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. ആ ക്ഷമയോടെ ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വന്ന് എത്തുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 2027 ഫെബ്രുവരി മുതൽ മാർച്ച് വരെയാണ്. തീരുമാനങ്ങൾ സൂക്ഷ്മമായിട്ട് എടുക്കുകയും ആരോഗ്യത്തില് ശ്രദ്ധകള് ചെലുത്തുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സമയമാണ്. ചെലവുകളും വർദ്ധിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഫെബ്രുവരി മാർച്ച് മാസത്തില് 2 മാസം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യമുള്ള കാലഘട്ടം 2026 നവംബർ ഡിസംബർ ജനുവരി വരെയുള്ള കാലഘട്ടമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റും. ഈ സമയത്ത് തൊഴില്, ധനം, കുടുംബത്തിലെ മുന്നേറ്റം എന്നിവയ്ക്കെല്ലാം സാധ്യത ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ 2026 ഓഗസ്റ്റിലെ പുതിയ തീരുമാനങ്ങൾ ആലോചിച്ചെടുക്കുക, അനാവശ്യ ചെലവുകളൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. 2026 ഒക്ടോബറിൽ ജോലി സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. കോപം നിയന്ത്രിക്കുന്നതും നല്ലതാണ്. നമ്മളിത് എടുത്തു പറയുന്നത് ഈ കാര്യങ്ങൾ ആതാത് മാസങ്ങളിലൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ 2027 ഫെബ്രുവരിയിലെ ആരോഗ്യകാര്യങ്ങളും സാമ്പത്തിക ഇടപെടലുകളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തില് പുതിയ അവസരങ്ങളൊക്കെ വരുന്നതാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 2026 സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നതാണ്. പുതിയ തൊഴില്, ബിസിനസ് ഒക്കെ വന്നു ചേരുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ സാധ്യത. അതുകൊണ്ട് സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കുകയാണെങ്കിൽ ജീവിതത്തിൽ കൂടുതൽ ഉയരത്തിൽ എത്താൻ കഴിയുന്നതാണ്. നിങ്ങൾ ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോവുകയും ദർശനം നടത്തുകയും ചെയ്താൽ വളരെ ഉചിതമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ചിത്ര നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. ഈ ചിത്ര നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും വന്നു ചേരുന്ന ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ വന്നു ചേരുന്ന ഫലമാണ്. ഇത് നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.